പ്രിയപ്പെട്ട പ്രേക്ഷകർ, അങ്ങനെ ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടമില്ലേ, ഈ ജയിൽ ചാട്ടത്തില് അസിസ്റ്റന്റ് ജയിൽ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്ക് ഗുരുതരമായ വീഴ്ച പറ്റിയെന്നാണ് DIGയുടെ അന്വേഷണ റിപ്പോർട്ട്. ഗോവിന്ദച്ചാമിക്ക് പുറത്തുനിന്നും സഹായം ലഭിച്ചിട്ടില്ല. ഗോവിന്ദച്ചാമിയുടെ ഡമ്മി കണ്ടിട്ട് പോലും ഉദ്യോഗസ്ഥർ തിരിച്ചറിഞ്ഞില്ല. രാത്രി പരിശോധന നടത്തിയില്ലെന്നും അന്വേഷണ റിപ്പോർട്ടിലുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് VS അനു ആണ് ചേരുന്നത് വിവരങ്ങളുമായി. അനു, ഗോവിന്ദച്ചാമി ജയിൽ ചാടി എന്നുള്ളത് സത്യം, അക്കാര്യം റിപ്പോർട്ടിൽ പറയുന്നുമുണ്ട്. പക്ഷേ ജയിൽ വകുപ്പിന് ഉണ്ടായത് ഗുരുതരമായ വീഴ്ചയാണെന്നും പറയുന്നു. എന്താണ് കൂടുതൽ കാര്യങ്ങൾ? ജയിൽചാട്ടവുമായി ബന്ധപ്പെട്ട് ജയിൽ വകുപ്പിന് ഗുരുതരമായ വീഴ്ച പറ്റി എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ ഉത്തരമേഖല ജയിൽ DIG തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് പ്രകാരം ഇയാൾ സെല്ലിനകത്തേക്ക് എങ്ങനെയാണ് തുണി കൊണ്ടുവന്നത് എന്ന് അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തതയുണ്ട്. അസിസ്റ്റന്റ് ജയിൽ പ്രിസണർ ഓഫീസർ ഉൾപ്പെടെയുള്ളവർക്ക് ഗുരുതരമായ വീഴ്ചയുണ്ട്. അതേസമയം ഏതെങ്കിലും തരത്തിൽ പുറത്തു നിന്നുള്ള സഹായമോ അല്ലെങ്കിൽ ജയിൽ ഉദ്യോഗസ്ഥരുടെയോ സഹതടവുകാരുടെയോ സഹായം ലഭിച്ചതിന് തെളിവില്ല, അല്ലെങ്കിൽ അങ്ങനെ സഹായം ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യം കൂടെ ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ശരി അനു, ഓക്കെ. അപ്പോൾ ജയിൽ വകുപ്പിനെതിരെ കടുത്ത വിമർശനമാണ്. അസിസ്റ്റന്റ് ജയിൽ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ളവർക്ക് ഗുരുതരമായ വീഴ്ച പറ്റിയെന്നും DIGയുടെ അന്വേഷണ റിപ്പോർട്ടിലുണ്ട്. ഗോവിന്ദച്ചാമി ജയിൽ ചാടിയതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ VS അനു ആണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നൽകിയത്. നേരത്തെ ഈ റിമാൻഡ് റിപ്പോർട്ടിലുമൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു. ഈ ഗോവിന്ദച്ചാമിക്ക് നമുക്കൊക്കെ തോന്നിയതാണ്, ഒരു അംഗപരിമിതനായ ഒരാൾക്ക് എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുക? അതിൻ്റെ സെല്ലിൻ്റെ കമ്പി മുറിക്കണം, അതിനുശേഷം അവിടുന്ന് പുറത്തിറങ്ങണം, ഈ പുതപ്പുകൾ കൂട്ടിക്കെട്ടണം, ഇത്രയും പൊക്കത്തിലുള്ള ഉയരത്തിലുള്ള ആ മതിൽ ചാടി പുറത്തേക്ക് ഇറങ്ങണം. ഇതൊക്കെ ഒരു സാധാരണ ആരോഗ്യവാനായ ഒരു മനുഷ്യന് പോലും അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങളാണ്. അതൊക്കെ എങ്ങനെയാണ് ഒരു അംഗപരിമിതന് സാധിച്ചിട്ടുണ്ടാവുക? അപ്പോൾ അങ്ങനെയാണെങ്കിൽ അകത്തു നിന്നും പുറത്തു നിന്നും ഒക്കെ ഒരു സഹായം ഗോവിന്ദച്ചാമിക്ക് ലഭിച്ചിരിക്കുക. മാത്രമല്ല ഇയാൾ മറ്റേ പനവേൽ സംഘത്തിന്റെ സംഘാംഗമൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഏതെങ്കിലും തരത്തിൽ പുറത്തുനിന്നൊരു സഹായമൊക്കെ ലഭിച്ചിട്ടുണ്ടാകും എന്ന തരത്തിലൊക്കെ ആദ്യം അഭ്യൂഹങ്ങൾ പരന്നതും വാർത്തകൾ വന്നതും ഒക്കെയാണ്. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് തെളിവാക്കുന്ന എന്ന് പറയുന്ന റിപ്പോർട്ടാണ്, അന്വേഷണ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. റിമാൻഡ് റിപ്പോർട്ടിലും ഇങ്ങനെ തന്നെയായിരുന്നു. മാത്രമല്ല ഈ CCTV ദൃശ്യങ്ങളടക്കം നമ്മൾ കണ്ടതല്ലേ, അവിടെ അകത്തു നിന്നും ഒരു സഹായവും ഈ ഗോവിന്ദച്ചാമിക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ഉദ്യോഗസ്ഥർക്ക് എന്തുമാത്രം വലിയ വീഴ്ചയാണ് സംഭവിച്ചത് അല്ല. ഇങ്ങനെയുള്ള കുറ്റവാളികളെയൊക്കെ, അതും കൊടും ക്രിമിനലുകളെയൊക്കെ നോക്കുന്നതിലും അവരുടെ ഓരോ ചെയ്തികൾ നിരീക്ഷിക്കുന്നതിനുമൊക്കെയാണ് ഓരോ കുറ്റവാളിക്കും ഇത്ര ഉദ്യോഗസ്ഥരെന്ന് പറഞ്ഞിട്ടൊക്കെ നിശ്ചയിച്ചിട്ടുള്ളതാണ്. പക്ഷേ അവരുടെ ഭാഗത്തു നിന്നൊക്കെ ഗുരുതരമായ ഒരു വീഴ്ചയാണ് സംഭവിക്കുകയും ഒക്കെ ചെയ്ത്. ഇനിയിപ്പോൾ എങ്ങാനും ഗോവിന്ദച്ചാമിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എങ്കിൽ അയാൾ സമൂഹത്തിനുണ്ടാക്കുന്ന വിപത്ത് ചിന്തിച്ചു നോക്കൂ. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒന്നും മനസമാധാനത്തോടെ പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത വിധത്തിൽ അയാൾ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുമായിരുന്നു. ഇവിടെ VS അനു ആണ് വിവരങ്ങളൊക്കെ നൽകിയത്.